ഞാൻ ഈ ട്രാഫിക്കിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 21 വർഷത്തെ സർവീസായി പോലീസിൽ. ലോക്കൽ പോലീസിൽ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടയം ട്രാഫിക്ക്, ചങ്ങനാശ്ശേരി ട്രാഫിക്ക്, ഏറ്റുമാനൂർ, ഈരാറ്റുപേട്ട ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഞാൻ എയർ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ അറ്റാച്ച് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയ സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ആക്സിഡൻറ്റ് കേസുകളും ചെറിയ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരുപാട് കാര്യങ്ങളും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് അവിടെ പാലാത്തറ ബൈപ്പാസ് റോഡ് പാലാത്തറ തൊട്ട് മോർക്കുളങ്ങര വരെ വളരെ സ്ട്രെയിറ്റായിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 500 മീറ്റർ കൂടുതൽ സ്ട്രെയിറ്റ് റോഡാണ്. ആ കാലയളവിലൊക്കെ അവിടെ ഈ റേസിങ് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഈ CC കൂടിയ വാഹനങ്ങളുമായിട്ട് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ വേഗത്തിൽ ഓടിച്ച് റീൽസ് ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ഞങ്ങളവിടെ പെട്ടെന്ന് വരികയും അങ്ങനെ റീൽസ് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അപകടകരമായ വേഗത്തിൽ ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ എടുത്തുകൊണ്ട് CC ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവെക്കുകയും അത് ഫൈൻ അടപ്പിക്കുകയും മറ്റ് നടപടികളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇടക്കാലത്ത് നമ്മൾ ചില സമയങ്ങളിലൊക്കെ അവിടെ പെട്രോളിങ് ശക്തമാക്കും, അവിടെ വാഹന പരിശോധന. അപ്പോൾ അങ്ങനെ വാഹന പരിശോധനയൊക്കെ ജനവും പൊതുജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാറെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ റോഡിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായി വാഹന പരിശോധന കാര്യങ്ങളൊക്കെ അവിടെ ഒരു MVD ക്യാമറയൊക്കെ ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ അവിടെ ഉണ്ടായ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു ആക്സിഡൻറ്റ്. അതാണ് ഒരു കുടുംബം, ഒരു അച്ഛനും മകനും 2 പേരും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഈ മകൻ ഓടിക്കുന്ന ബൈക്കിൽ അച്ഛൻ പുറകെ ഇരിക്കുകയാണ്. അവരവിടെ ഒരു ചായക്കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വാഹനം തിരിച്ച സമയം അതിവേഗത്തിൽ ഓടിച്ചു വന്ന ഒരു ബൈക്ക്, ഒരു CC കൂടിയ വാഹനം, അവിടെ എന്തോ റീൽസ് ഷൂട്ട് ചെയ്യുമോ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പയ്യൻ ഓടിച്ചു വന്ന വാഹനം ഈ വാഹനത്തെ ഇടിച്ചിട്ട് ഈ അച്ഛനും മകനും തെറിച്ച് വീണ് ഉടൻ തന്നെ ഇവർ 2 പേരും മരണപ്പെട്ടു പോയ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിവേഗത എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീറ്റ് റോഡുകളിൽ നമ്മൾ ഒരിക്കലും പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റോഡിലെ വാഹനം ഓടിക്കുന്നത് അഗ്രസീവായിട്ടല്ല. റോഡിൽ ഒരിക്കലും നമ്മൾ അഗ്രസീവാകരുത്. കാരണം നമ്മളൊരു ക്രിക്കറ്റ് കളിക്കാരൻ, ഇപ്പം വിരാട് കോഹ്ലി അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ധോണി അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നു, അത് സ്പോർട്സാണ്. നമ്മുടെ അഗ്രസീവോ നമ്മൾ വാഹനം ഓടിക്കുന്നതിൽ നമ്മുടെ എക്സ്പീരിയൻസോ കാണിക്കേണ്ട സ്ഥലം റോഡല്ല. റോഡിൽ അഗ്രസീവോ എൻ്റെ ആ വാഹനം ഉപയോഗിക്കുന്നതിൽ എൻ്റെ ആ എക്സ്പീരിയൻസോ അല്ല എൻ്റെ ആ സ്പീഡ് നിയന്ത്രിക്കാനുള്ള എൻ്റെ കഴിവോ റോഡിലല്ല കാണിക്കേണ്ടേ. അതിന് പറ്റിയ സ്ഥലങ്ങൾ വേറെയുണ്ട്. റേസിംഗ് ട്രാക്കുകളുണ്ട്. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് പോവുക. അല്ല മറ്റു പല സ്ഥലങ്ങളും സോഴ്സും ഉണ്ട്, അവിടെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ സ്ട്രീറ്റ് റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് റോഡിൽ എപ്പോഴും നമ്മൾ ഡിഫെൻസീവായിട്ടാണ് വാഹനം ഓടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിരോധകന്മാർ. കാരണം ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ നേരെ മുന്നിൽ വാഹനങ്ങളില്ലാതില്ല. എനിക്കിങ്ങനെ റോഡ് കാണാം, സ്ട്രെയിറ്റ് റോഡാണ്, 100 മീറ്റർ എനിക്ക് കാണാം. പക്ഷേ അവിടെ ഞാൻ 150 മീറ്റർ സ്പീഡിൽ പോവും, അല്ലെങ്കിൽ 150 കിലോമീറ്റർ വേഗത്തിൽ ഞാൻ വണ്ടി വായിക്കുമെന്ന് വെച്ചാൽ എന്തും സംഭവിക്കാം. ഒരാൾ ക്ലോസ് ചെയ്യാം, റോഡിന് ഒരാൾ ക്രോസ് ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റോഡിലെ ആദ്യത്തെ മുൻഗണനയെന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാരനാണ്. അയാൾക്ക് ഫുട്പാത്തുണ്ട്. ഈ റോഡിലെല്ലാം തന്നെ സീബ്ര ലൈൻസും ഉണ്ട്. ഈ സീബ്ര ലൈനിൽ ഒരാൾ ക്രോസ് ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ 150 കിലോമീറ്റർ സ്പീഡ് അങ്ങോട്ട് ചെല്ലുമ്പം സീബ്ര ലൈനിൽ നിൽക്കുന്ന ഒരാളെ വാഹനം ഇടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അയാളുടെ കുറ്റമാണെങ്കിൽ പോലും നിങ്ങൾ പ്രതിയായി പോകും. കാരണം അയാൾ നിൽക്കുന്നത് സീബ്ര ലൈനിലാണ്. വഴിയാത്രക്കാരന്, അതായത് കാൽനട യാത്രക്കാരന് റോഡ് മുറിച്ച് കടക്കാൻ അനുവാദമുള്ള സ്ഥലം സീബ്ര ലൈനാണ്. ആ സീബ്ര ലൈനിൽ കൂടെ യാത്ര ചെയ്ത ഒരാളെ, നടന്നു പോയ ഒരാളെ വാഹനം ഇടിച്ചിട്ട് നമ്മൾ എന്ത് ന്യായമാണ് നമ്മൾ പറയുന്നത്? ലോകത്തെല്ലായിടത്തും സീബ്ര ലൈനിന് ഒറ്റ നിയമമേ ഉള്ളൂ. അതായത് യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് ഒരേ ഒരു നിയമം ബാധകമുള്ളത് സീബ്ര ലൈനാണ്. അതെല്ലാ രാജ്യത്തും എല്ലായിടത്തും ഒരു നിയമമേ ഉള്ളൂ. കാൽനട യാത്രക്കാരന് റോഡ് മുറിച്ച് കിടക്കാനുള്ള അനുവദിക്കുന്ന സ്ഥലം അയാളെ അതിന് അനുവദിക്കുക. സീബ്ര ലൈനിൽ ഒരാൾ നിൽക്കുന്ന കണ്ടാൽ അയാൾ വരുന്നതിനിപ്പുറം ഞാൻ അപ്പുറത്ത് പോകുമെന്ന് ചിന്തിക്കാതെ വാഹനം നിർത്തിക്കൊടുത്ത് അയാളെ കടന്നു പോകാൻ അനുവദിക്കുക. അതിനുശേഷം നമ്മൾ വാഹനം, അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾ ഓടിച്ചിരുന്ന സമയം കൊണ്ട് അയാൾ അപ്പുറത്ത് പോകും എന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ മുന്നിൽ കൂടെ അയാൾ ഇങ്ങനെ കടന്നു പോകും, എനിക്കിപ്പുറം വഴി പോകാം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ വാഹനം ഓടിച്ച് ചെയ്യുമ്പോൾ അയാൾ പോയില്ലെങ്കിലോ?
നിങ്ങളുടെ ആ കാഴ്ചപ്പാട് തെറ്റായിരുന്നു, അയാൾ അങ്ങോട്ട് പോയ ആൾ തിരിച്ചു വന്ന് അവിടെ നിന്നാലോ അപകടം ഉണ്ടാവും. രണ്ടാമത് നിങ്ങളിങ്ങനെ നോക്കുവാണ്, ഓ വാഹനം വരുന്ന കണ്ടു, അയാൾ പോകാൻ ചാൻസ് ഇല്ല, നമ്മൾ ഓടിച്ചങ്ങ് ചെല്ലുകയാണ്, അയാൾ ഓടിയാലോ. അങ്ങനെ ഒരു അപകടത്തിന് ഞാൻ ദൃസാക്ഷിയാണ്. ദൃസാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഒരു 100 മീറ്റർ അപ്പുറത്ത് വെച്ച് ഈ അപകടം നടക്കുന്നത്. ഒരു ബൈക്കുകാരൻ ഓടിച്ചു വരികയാണ്, ഈ നമ്മുടെ കഞ്ഞിക്കുഴി കവല തന്നെയാണ്. അയാളുടെ നേരെ മുന്നിൽ വാഹനങ്ങളൊന്നുമില്ല, അയാൾ നോർമൽ സ്പീഡിൽ അവിടെ നിന്ന് ഓടിച്ചു വരികയാണ്. ഈ ബൈക്കിൽ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഞാൻ വളരെ ദൂരെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന ബേക്കറിയിൽ നിന്നും ഒരാൾ മൊബൈൽ ഫോൺ ചെവി വെച്ചുകൊണ്ട് ഈ സീബ്ര ക്രോസ് വഴി ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടി അങ്ങ് പോയി. ഈ ബൈക്ക് യാത്രക്കാരൻ ചിന്തിക്കുന്നതിന് മുമ്പേ ഇവർ രണ്ടുപേരും ഇടിച്ച്. ഈ പുറകെ ഇരിക്കുന്ന ആൾ ചേട്ടാന്നും പറഞ്ഞ് ഇയാളെ തള്ളിപ്പിടിക്കുന്ന ഞാൻ കണ്ടതാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമില്ല. കാരണം ഈ സീബ്ര ലൈൻ ഇല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ അവർ പറയുന്നതിന് ന്യായമുണ്ട്. ഞങ്ങളുടെ ബൈക്കെ വന്ന് ഇടിച്ചതാണ്. പക്ഷേ അയാൾ നിൽക്കുന്നത് സീബ്ര ലൈനില്ല. ഈ ആക്സിഡൻ്റ് നടന്നത് സീബ്ര ലൈനില്ല. സീബ്ര ലൈൻ കണ്ടാൽ നമ്മൾ വാഹനം സ്ലോ ചെയ്യണം. അതിന് മുമ്പിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിങ് സ്ലോ ചെയ്ത് നമ്മൾ നോക്കണം അവിടെ ആരെങ്കിലും കടന്നു പോകാൻ നിൽക്കുന്നുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഈ യാത്രക്കാരൻ ഓടാം, അയാൾ സീബ്ര ലൈനിലാണ് നിൽക്കുന്നത്, അയാൾക്ക് റോഡ് മുറിച്ച് കിടക്കാം. ഇയാൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. ചിലർ ഫോൺ ചെവി വെച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം വാഹനം ഓടിച്ചു വരുന്നയാളാണ്. കാരണം അത് കേസെടുത്തപ്പോൾ എനിക്കറിയാം, അയാൾ വാഹനം ഇടിച്ച് തെറിച്ച് വീണു, അയാൾക്ക് ഹെഡ് ഇഞ്ചറി ഉണ്ടായി. കേസെടുത്തപ്പം ബൈക്ക് ഓടിച്ചിരുന്നയാൾ പ്രതി സ്ഥാനത്ത് വന്നു. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകും. അപ്പോൾ സ്ട്രെയിറ്റായിട്ടൊരു റോഡ് കണ്ടാൽ ഉടനെ നമ്മൾ 100 കിലോമീറ്റർ സ്പീഡ് എടുക്കുകയല്ല വേണ്ടിയത്. നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്ന ട്രാഫിക്കാണെങ്കിലും നമ്മൾ ഓടിച്ചു പോകും. അല്ലാത്ത സമയം നമ്മൾ ഡിഫെൻസീവായിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്ക് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനം യൂ ടേൺ എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ, അതിനകത്ത് പറയുന്നത് ട്രാഫിക്കിലെ ഏറ്റവും നല്ല റൈഡിങ്ങിനെ കുറിച്ച് പറയുന്നത് നേരെ മുമ്പോട്ട് നോക്കുക. നമ്മൾ മുമ്പോട്ട് നോക്കണം. മുമ്പോട്ട് നോക്കുന്നത് എന്തിനാണ്? സിഗ്നലുണ്ടോ, മറ്റ് എന്തെങ്കിലും സൈൻ ബോർഡുകളുണ്ടോ, റോഡിലെ ലൈൻസ് ഉണ്ടോ, ഇത് നമ്മൾ നോക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ചുറ്റുപാടും നോക്കണം. നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മൾ നേരെ തന്നെ ഇങ്ങനെ നോക്കില്ല, നമ്മൾ സൈഡിലേക്കൊക്കെ നോക്കണം. എന്താണെന്ന് ചോദിച്ചാൽ വല്ലോ കന്നുകാലികളും കെട്ടഴിഞ്ഞ് ഓടി പോകുന്നുണ്ടോ, എൻ്റെ വലതുവശത്തൂടെ പോകുന്നവൻ ഇടത്തോട്ട് പോകുന്നുണ്ടോ, അപ്പുറത്തുനിന്ന് നമ്മൾ ക്രോസ് ചെയ്യുന്നു. ഇതാണ് സറൗണ്ടിങ്. പിന്നെ വഴി വിട്ടുപോവുക എന്നൊരു ഭാഗമുണ്ട്. വഴി വിട്ടു പോവുക, അത് വായിക്കുന്നവരോർക്കും സ്ഥലം വിട്ടു പോവുക, പെട്ടെന്ന് അവിടെ കാലിയാക്കുക, ഇങ്ങനെ ചിന്തിക്കും. അതല്ല, വഴി വിട്ടു പോവുക എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളൊരു സീൻ കണ്ടു, ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, അത് നമ്മൾ കണ്ടു. ആ കാഴ്ച കണ്ണെൻ്റെ തലച്ചോറിനെ അറിയിച്ച് ആ തലച്ചോറ് പെട്ടെന്ന് അത് മെമ്മറിയിലേക്ക് എത്തി, അയാൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞ് ആ മെസ്സേജ് എൻ്റെ കാലിൽ എത്തേണ്ട സമയം 1/2 സെക്കൻഡ്. ഞാൻ ബ്രേക്ക് എൻ്റെ കാലിലല്ല ഇരിക്കുന്നത്, അതാ വാഹനത്തിലായിരിക്കുന്നത്. അങ്ങനെ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. എൻ്റെ കയ്യിലോ കാലിലോ അല്ല ഈ സംവിധാനങ്ങളൊന്നും ഇരിക്കുന്നത്, ഇതെല്ലാം ഈ വാഹനത്തിലാണ്. ഇതെല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ നോർമൽ മൈൻഡായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഡിഫെൻസീവായിട്ട് കാമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കുകയോ അല്ല എൻ്റെ കുഞ്ഞുങ്ങളോട് വഴക്കുണ്ടാക്കുകയോ അല്ല വഴിയെ പോകുന്നതിന് തെറി വിളിച്ചോ അല്ല നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. നമ്മൾ വാഹനം ഓടിക്കണം ബ്ലാങ്ക് മൈൻഡായിരിക്കണം. കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്, അയാൾ ക്രോസ് ചെയ്യും, ഓട്ടോറിക്ഷ വട്ടം പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള ചിന്തയിൽ നമ്മൾ കാമായിട്ട്, എങ്കിലേ ഈ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കയ്യിലേക്കും കാലിലേക്കും എത്തുള്ളൂ. അതായത് ഞാൻ റോഡിൽ കൂടെ ഒരാൾ ഓടാൻ തയ്യാറെടുക്കുന്നു, അതെൻ്റെ കണ്ണ് കണ്ടു, അതിനെ തലച്ചോറിൽ അറിയിച്ചു, അതെൻ്റെ കാലിലേക്ക് വരണം, ഞാൻ ബ്രേക്ക് വിടണോ അല്ല അയാൾ വട്ടം ഓടും. ഇത്രയും കാര്യങ്ങൾ നടക്കാൻ 1/2 സെക്കൻഡ്, ഞാൻ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ 1/2 സെക്കൻഡ് വേണം. കാരണം ആക്സിലേറ്റർ ഇരിക്കുന്ന കാലെടുത്ത് വേണം ബ്രേക്ക് ചവിട്ടാൻ. അത് ബ്രേക്ക് ചവിട്ടുന്ന കൂടെ ഞാൻ ക്ലച്ചും ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യണം. അതല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആ വാഹനം നിൽക്കുകയില്ല. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന അതേ സമയം തന്നെ ക്ലച്ച് ചവിട്ടിത്താത്ത് ഗിയർ ഡൗൺ ചെയ്യണം. എന്നിട്ട് ബ്രേക്ക് പൂർണ്ണമായി അപ്ലൈ ചെയ്യുമ്പോഴാണ് വാഹനം അവിടെ ചെന്ന് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിനും കൂടെ 1 സെക്കൻഡ് വേണം, 1/2 സെക്കൻഡ് വേണം. അതായത് 3 തൊട്ട് 5 സെക്കൻഡ് വരെ ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. മുന്നിലുള്ള വാഹനത്തിൽ നിന്നും 3 തൊട്ട് 5 സെക്കൻഡ് എന്ന് പറയുന്നത് 6 മീറ്റർ എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. 40 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു അല്ലെ 60 കിലോമീറ്റർ 45 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന വാഹനം 6 മീറ്റർ ഡിസ്റ്റൻസ് ഇടണം മുന്നിൽ പോകുന്ന വാഹനമായിട്ട്. അപ്പം നമ്മളോട് ചോദിക്കും,
സാറേ ഈ ടൗണിലൊക്കെ നിങ്ങൾ അങ്ങോട്ട് അടുപ്പിച്ച് വെക്ക് എന്ന് പറയുന്നു, ചേർന്ന് പോകാൻ പറയുന്നു. ടൗണിലെ വേഗം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിലെ വേഗം 35 കിലോമീറ്ററാണ്. 35 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ വാഹനം ഓടിക്കരുത് ടൗണിൽ. കാരണം ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കുന്നത് ടൗണിലാണ്. അപ്പോൾ ടൗണിൽ 35 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. നമ്മൾ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്കപ്പം ബ്രേക്ക് എടുത്ത് ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ അവകാശം കിട്ടും. നമ്മൾ സ്പീഡ് കൂടുന്തോറും 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനത്തിന് 6 മീറ്റർ ഡിസ്റ്റൻസ് വേണം. അത് 80 ആകുമ്പം 8 വേണം. അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ കപ്പാസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വാഹനം ഓടിക്കുന്നതിന് എൻ്റെ വാഹനം ഞാൻ ഇപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എൻ്റെ വാഹനം ഉരഞ്ഞ് എന്ന് അവിടെ നിൽക്കുമ്പം ആ വാഹനത്തെ തൊട്ടില്ല എന്ന് നിൽക്കും. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അതാണ് സ്ഥലം വിട്ടു പോവുക എന്ന് പറയുന്നത്. ആ സ്ഥലം വിടുന്നതിൻ്റെ ദൈർഘ്യമാണ് 3 സെക്കൻഡ് തൊട്ട് 5 സെക്കൻഡ് വരെ. അതായത് ഒരാളെ ഞാൻ കണ്ടു, ഒരു വാഹനം വട്ടം വെക്കുന്നു, ഞാനത് ചിന്തിച്ചു, എനിക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണം, 1/2 മിനിറ്റ് കൊണ്ട് ഈ കാഴ്ച കണ്ടു, 1/2 സെക്കൻഡ് കൊണ്ട് ഈ കാഴ്ച കണ്ടു, 1/2 സെക്കൻഡ് കൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഞാൻ 3 സെക്കൻഡിനുള്ളിൽ ആ സ്ഥലത്തെത്തി നിൽക്കുന്നു. ഇതാണ് സ്ഥലം വിട്ടു പോവുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ സുരക്ഷിത യാത്ര, 4ാമത്തെ കാര്യമാണ് സുരക്ഷിത യാത്ര. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് സുരക്ഷിതമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട എക്വിപ്മെൻറ്റും എല്ലാം ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നതിനാണ് സുരക്ഷിത യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നേരെ മുമ്പോട്ട് നോക്കുമ്പോൾ സൈൻ ബോർഡുകൾ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടൊരു, ഞാനൊരു സിഗ്നലിൽ ഡ്യൂട്ടി ചെയ്യാണ്. ഒരു ബസ് അതിവേഗത്തിൽ വരുവാണ്. ഞാൻ ഈ ബസ്സിനെ സ്ലോ ഡൗൺ കാണിച്ചു. കാരണം അവിടുത്തെ സിഗ്നൽ ഒരേ ഒരു സെക്കൻഡ് റെഡാവും. അതെനിക്കറിയാവുന്നതുകൊണ്ട് യെല്ലോ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെല്ലോ ലൈറ്റ് 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. 6ാമത്തെ സെക്കൻഡിൽ അവിടെ റെഡ് സിഗ്നൽ വീഴും. ആ റെഡ് സിഗ്നൽ വീഴുന്ന അതേ സെക്കൻഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ എൻ്റെ താഴത്തെ റോഡിൽ നിന്ന് ക്രോസ് ഒരു സിഗ്നൽ വരും. മനസ്സിലായോ? അപ്പം ഇയാൾ ഇതിനെ മറികടക്കാൻ വരുക. അപ്പം ഞാൻ ഇയാളെ സ്ലോ ഡൗൺ കാണിച്ചു. ഉടനെ ഇയാൾ ആ സ്പീഡിൽ വന്നപ്പം ഒരു 20 മീറ്റർ അപ്പുറത്ത് വെച്ച് നിന്ന് റെഡ് ഇവിടെ വീണ്. ഇയാൾ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കരിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് എൻ്റെ അടുക്കൽ നിന്ന് സിഗ്നലിൽ നിന്ന് വണ്ടി, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറൊക്കെ ചെന്നിട്ട് ചോദിച്ചു, താങ്കൾ ഇത്രയും സ്പീഡിൽ വന്നിട്ട് താങ്കൾ ഇതിനെ മറികടക്കാമെന്ന് വിചാരിക്കാം, താഴത്തെ സിഗ്നൽ ഓണാണ്, അയാൾ വട്ടം പോവും, അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും, നിങ്ങളൊരു ഡ്രൈവറല്ലേ, ഒരു അപകടത്തിൽ കേസെടുത്തു കഴിഞ്ഞാൽ മർമ്മപ്രധാനമായ ഒരു കാര്യം, അത് ചിന്തിക്കേണ്ട ഒരു കാര്യം, മദ്യപിച്ച് വാഹനം ഓടിച്ച് പോലീസ് പിടിച്ചാൽ, ഇതൊക്കെ ഞാൻ ആദ്യം പറയേണ്ട ഒരു പോയിൻറ്റുകളായിരുന്നു. മദ്യപിച്ച് വാഹനം RTA കേസുണ്ടായാൽ, അപകടകരമായ വാഹനം ഓടിച്ചാൽ, റെഡ് സിഗ്നൽ ജമ്പ് എന്ന് പറയുന്നത് സിഗ്നൽ റെഡ് കിടക്കുമ്പോൾ നമ്മൾ വാഹനം ഓടിച്ചു പോയാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ RTOയ്ക്ക് അപേക്ഷ കൊടുക്കും, ഇയാളുടെ ലൈസൻസ് വെച്ച് ഇയാളിങ്ങനെ ഇത്ര സെക്ഷൻ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, നിയമങ്ങൾ പിടിച്ചിരിക്കും. അവർ നിങ്ങളുടെ ലൈസൻസ് ഒരു നിശ്ചിത കാലയളവിലേക്ക് ബാൻ ചെയ്യും. ഒരാൾ ഡെത്തായാൽ 6 മാസത്തിന് ബാൻ ചെയ്യും. അപകടം ഉണ്ടായാൽ ചിലപ്പം 2 തൊട്ട് 3 മാസത്തിന് വരെ നിങ്ങളെ ബാൻ ചെയ്യും. ഇങ്ങനെ അപ്പം ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലൈസൻസ് ഇല്ലാത്ത ആൾ എങ്ങനെയാണ് ഒരു ഡ്രൈവറായിട്ട് വാഹനം ഓടിക്കുക? ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് ബാൻ ചെയ്തു പോകും, അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി അറിയാമോ? ഇല്ല, ഞാൻ ഈ ബസ് ഓടിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാകുകയില്ലേ, നിങ്ങളുടെ കുടുംബം പട്ടിണിയാകുകയില്ലേ, കുഞ്ഞുങ്ങളുടെ കാര്യം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ട്രാഫിക് ബോധവൽക്കരണം ആവശ്യമായിരിക്കും. അപ്പോൾ അയാളെന്നോട് സാറേ മഞ്ഞയില്ലേ കത്തിക്കൊണ്ടിരുന്നേ, ഓടിച്ചു പോകുന്നത്, ഈ മഞ്ഞ ലൈറ്റ് എന്തിനാണ് കത്തുന്നതെന്ന് പോലും അറിയാൻ മേലാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കുന്നത്. മഞ്ഞ ലൈറ്റ് കത്തുന്നത് പച്ച സിഗ്നൽ കഴിഞ്ഞാൽ ഉടനെ മഞ്ഞ ലൈറ്റ് കത്തും. മഞ്ഞ ലൈറ്റ് കത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വാഹനം സ്ലോ ചെയ്യേ, കാരണം ഉടൻ തന്നെ ഇവിടെ റെഡ് കത്തുമ്പോൾ നിങ്ങളിത് കറക്കാൻ പാടില്ല. നിങ്ങൾ വേഗത കുറയ്ക്കണം. വേഗത കുറച്ച് നിങ്ങൾ വരുമ്പോൾ മഞ്ഞ കത്തിക്കൊണ്ടിരിക്കണം, നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറാം. വേഗത കുറച്ച് നിങ്ങൾ ആ സിഗ്നൽ ലൈറ്റിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ റെഡാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിർത്തണം. അതല്ലെങ്കിൽ പാഞ്ഞ് വന്ന് അവിടെ പെട്ടെന്ന് റെഡ് കണ്ട് ചവിട്ടി ആക്സിഡൻറ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ദിസാക്ഷിയായി. ഒരു ചെറുപ്പക്കാരൻ ഒരു കാർ ഓടിച്ച് വരികയാണ്. അയാൾ പെട്ടെന്ന് അടുത്ത് വന്നപ്പോൾ റെഡ് കണ്ടു, അയാൾ പെട്ടെന്ന് ചവിട്ടി. അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം സിഗ്നൽ റെഡാണ്, അത് മറികടന്ന് നിങ്ങൾ ഓടിച്ചു പോകുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. റെഡ് സിഗ്നൽ കണ്ടു, അയാൾ ചവിട്ടി. നേരെ പുറകെ വന്ന ആൾ ഈ 3 സെക്കൻഡ് 5 സെക്കൻഡ് ഡിസ്റ്റൻസ് അയാൾ കീപ്പ് ചെയ്തിരുന്നില്ല. നേരെ ഈ കാറിൻ്റെ പുറകെ വന്നങ്ങ് ഇടിച്ച്. അപ്പോൾ ഈ കാർ പൊങ്ങി അന്ന് ഒച്ച കേട്ട് ഞാൻ ഇറങ്ങി ഓടിച്ചെന്നു. ഞാൻ ഈ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങളുടെ വാഹനത്തിൻ്റെ പുറകിൽ ഒരു വാഹനം തട്ടിയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ, നിങ്ങൾ വെപ്രാളപ്പെട്ടിരുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനാണ്, അയാൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു,
ഈ സിഗ്നൽ സംവിധാനം നിങ്ങൾ കണ്ടില്ലേ? പുള്ളി ഇത് കണ്ടില്ല. പുള്ളി വേറെന്തോ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഡിഫെൻസീവ് ആയിരിക്കണം നമ്മൾ. കാരണം അയാൾ ഈ ഫ്രണ്ടിൽ ഈ കാറില്ലെങ്കിൽ അയാൾ ഓടിച്ച് സിഗ്നലിനകത്ത് എല്ലി കയറും. ആ സിഗ്നലിനകത്ത് നിന്ന് കയറുമ്പോൾ ഒരു വണ്ടി വലത്തോട്ട് പോകുന്ന സമയത്തായിരിക്കും ഇയാൾ ഉണരുന്നത്. അയ്യോ ഞാൻ എവിടെയാണ് എന്നത്. റോഡിൽ വാഹനം ഓടിക്കുന്നവർ പലരും പല കാര്യങ്ങൾ ചിന്തിച്ചാണ് ഓടിക്കുന്നത്. ആ ചിന്തകൾ നമ്മൾ ഒഴിവാക്കണം. നമ്മൾക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട്. നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോഴല്ല, റോഡിൽ വാഹനം ഓടിക്കുമ്പം റോഡിൽ ഭയങ്കര ശ്രദ്ധ വേണം, വളരെ കണ്ണിങ് ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ സ്കൂൾ സോണുകളിൽ, സ്കൂളിൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ വേഗത തീരെ കുറയ്ക്കണം. കാരണം സ്കൂളിലെ കുട്ടികൾക്കറിയാവോ, നമ്മുടെ ട്രാഫിക് ബോധവൽക്കരണം പല പ്രാവശ്യവും നടത്തിയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ഇങ്ങനെ ചെയ്യാവുള്ളതെന്ന് അവർക്കറിയില്ല. അവരെപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നിരിക്കും. രണ്ടാമത്തെ കാര്യം, ഹോസ്പിറ്റൽ സോണുകളിൽ ഇപ്പം ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പം നമ്മൾ വേഗത കുറയ്ക്കണം. കാരണം അതാണ് മനുഷ്യത്വപരമായ ഒരു നടപടിയാണ്. കാരണം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്കായിരിക്കും അവിടുന്ന് ഡോക്ടർ പറയുന്നത് ഈ മരുന്ന് പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോവാ. അയാൾക്ക് റോഡിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അയാൾ ആ കൂടെ നിൽക്കുന്ന പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഒറ്റ ഓട്ടം അങ്ങോട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടുന്നു, മരുന്ന് മേടിച്ചുകൊണ്ട് അയാൾ തിരിച്ചു കൊടുക്കുകയാണ്. അയാളുടെ മാനസികാവസ്ഥ വേറെയാണ്. നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പം നമ്മളവിടെ സ്പീഡ് കുറച്ച് പോവുകയാണെങ്കിൽ ഈ പോകുന്ന ആൾക്കാരെല്ലാം പോയിക്കോളും, നമുക്ക് സാവധാനം പോവാം. അങ്ങനെ ഹോസ്പിറ്റല്, സ്കൂള്, ഗവൺമെൻറ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കളക്ട്രേറ്റ് കണക്കുള്ള സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ നമ്മൾ വേഗം കുറച്ച് പോകണം. കാരണം അവിടുന്ന് പലവിധ ആവശ്യങ്ങൾക്കായിട്ട് പല വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അവിടെയൊക്കെ അതിവേഗത്തിൽ നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം, സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ടൗണുകളിൽ, കഞ്ഞിക്കുഴി ടൗണിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം അവിടുത്തെ സിഗ്നൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഡിഫിക്കൽട്ടായ ഒരു ജംഗ്ഷനാണ്. അവിടെ 4 പോലീസുകാരാണ് അവിടെ ജോലി ചെയ്യുന്നത്, ഒരേ സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുന്ന എൻ്റെ അനുഭവത്തിൽ വൈറ്റില ജംഗ്ഷനിൽ പണ്ട് ഞാൻ ആംഡ് പോലീസിലായിരുന്ന സമയത്തേ ഉള്ളൂ. അവിടെ 4 പോലീസുകാർ, വലിയ ഡിഫിക്കൽട്ടായിട്ട്. ഇപ്പോൾ പിന്നെ അവിടെ സിഗ്നലും മറ്റു കാര്യങ്ങളും ഫ്ലൈ ഓവറും ഒക്കെ വന്നതോട് കുറച്ച് എല്ലാം കുറഞ്ഞു ആണ്. പക്ഷേ കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും സിഗ്നൽ സംവിധാനം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. കാരണം ആ സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അവിടെ 4 പോലീസ് ഉദ്യോഗസ്ഥർ 4 ജംഗ്ഷൻ, അവിടേക്ക് അതിവേഗത്തിൽ ഓടി കയറി വരിക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. എങ്ങനെയൊക്കെ വാഹനം പോകുമെന്ന് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല. പല പോലീസ് ഉദ്യോഗസ്ഥരും എന്നോട് പറയാറുണ്ട്, സാറേ ഇത് എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് ഇങ്ങനെ 4 വശത്തേക്കും പോകുന്ന വാഹനങ്ങൾ. ഞാനപ്പോൾ അവരോടെല്ലാം പറയും, നിങ്ങൾ വളരെ കാമായിരിക്കണം. കാരണം ഇതെല്ലാം വിട്ട് തീർക്കാമെന്ന് നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. നിങ്ങളുടെ മുന്നിൽ വരുന്ന വാഹനങ്ങൾ നിയന്ത്രിച്ച് അപകടരഹിതമായി, അതാണ് ട്രാഫിക് ഡ്യൂട്ടി. അവരെ നിയന്ത്രിച്ച് വിടുകയും വേണം, പക്ഷേ അപകടത്തിൽ പെടരുത്. അപകടരഹിതമായി കടത്തിവിടുന്നതാണ് ട്രാഫിക്. നിങ്ങളങ്ങനെ ഡ്യൂട്ടി ചെയ്യാവുള്ളൂ. അവിടേക്ക് അതിവേഗത്തിൽ ഒരാൾ ഓടിച്ചു വന്നിട്ട് സാറേ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല. നമുക്ക് കാഴ്ചയുണ്ട്, കണ്ണുണ്ട്, നമ്മുടെ മുന്നിൽ നടക്കുന്ന സംവിധാനം എന്താണെന്ന് നമുക്കറിയാം. റോഡ് ഇന്നത്തെ കാലത്ത് റോഡിലെ സൈനുകൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പോണക്ക് പണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ ഒരു ബാഗും പിടിച്ചോട്ട് വിടും. ആ സ്കൂളുണ്ടെന്നുള്ള സിഗ്നലാണ്. ഹോസ്പിറ്റൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ആംബുലൻസിൻ്റെ പടം കാണും. ഇതൊക്കെയായിരുന്നു പഴയ കാലത്തെ സിഗ്നൽ. മാറിയ കാലത്ത് റോഡിൽ അത്തരം സിഗ്നലുകളല്ല, റോഡിൽ ലൈൻസാണ്, ലൈനുകളാണ്. നിങ്ങൾ ഏറ്റവും പുതിയ റോഡിൽ പോയി നോക്കിക്കൂ, അവിടെ കുറേ ലൈൻസുകൾ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ നോക്കി നമ്മൾ യാത്ര ചെയ്താൽ, ഈ ലൈനുകളെക്കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ടെങ്കിൽ, ഈ ലൈനുകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ ലൈനുകളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഗ്രാഹ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കന്യാകുമാരി തൊട്ട് കന്യാകുമാരി തൊട്ട് നിങ്ങൾക്ക് ഹിമാലയം വരെ വണ്ടി ഓടിച്ചു പോകാം. ഏറ്റവും വലിയ ഹൈവേയിൽ നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാകത്തില്ല. കാരണം ഇതെല്ലാം കൃത്യമായ മാർക്കിങ്ങാണ്. അതായത് റോഡിൽ രണ്ട് തരം ലൈൻസാണ് ഉണ്ടാകും. ഒന്ന് മഞ്ഞ ലൈനും ഒന്ന് വൈറ്റ് ലൈനും. ഈ ലൈനുകൾക്കെല്ലാം പ്രത്യേകം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ ലൈൻ വരച്ച് ഒരു കാരണവശാലും നിങ്ങളത് ടച്ച് ചെയ്യരുത്. ആ മഞ്ഞ ലൈൻ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ആ മഞ്ഞ ലൈൻ എന്തിനാണോ വരച്ചിരിക്കുന്നത്, റോഡിൻ്റെ സെൻറ്ററിൽ കൂടാണോ വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളതിനെ മറികടക്കരുത്. റോഡിൻ്റെ എഡ്ജിലാണ് വരച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളതിനപ്പുറത്ത് വാഹനം പാർക്ക് ചെയ്യരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറും മഞ്ഞ ലൈനിൽ കയറരുത്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ റോഡിൻ്റെ സെൻറ്ററിൽ മഞ്ഞ വരച്ചിട്ടുണ്ട്, അത് കടന്നല്ലേ അപ്പുറത്ത് പോകേണ്ടത്? ആ മഞ്ഞവരയുടെ ഇപ്പുറം നമ്മൾ വാഹനം നിർത്തണം. അത് എന്നോടൊരാൾ ചോദിച്ചാണ്, റോഡിൽ ക്രോസ് വരച്ചിരിക്കുന്ന മഞ്ഞ ലൈനോ? ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഇപ്പുറം നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ആ മഞ്ഞ ലൈനിൽ കയറിയാൽ അവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ ഇമേജ് ഷൂട്ട് ചെയ്ത് 4-ാം ദിവസം നിങ്ങൾക്കൊരു മെസ്സേജ് വരും, താങ്കളുടെ വാഹനം ഈ മഞ്ഞ ലൈനിൽ കയറി നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിട്ടുണ്ട്, ഇതിന് ഫൈൻ അടയ്ക്കണം. അതിൻ്റെ മുന്നിൽ എന്നാ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവോ?
അറിയത്തില്ല. അപ്പോൾ റോഡിലെ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പം സീബ്ര ലൈനുണ്ട്. ഈ സീബ്ര ലൈൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ചിലയിടത്തും മഞ്ഞ കളറിൽ വരച്ചിരിക്കും. കൂടുതൽ വ്യക്തതയോടെ കാണാൻ വേണ്ടിയാണ് മഞ്ഞ ലൈൻ വരയ്ക്കുന്നത്. തീവ്രമായി കൂടുതൽ ആൾക്കാർ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ മഞ്ഞ ലൈൻ വരയ്ക്കും, വളരെ തിങ്ങി ജനങ്ങൾ പോകുന്നിടത്ത്. അതിൻ്റെ പുറകിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ നമ്മൾ വാഹനം നിർത്തി കൊടുക്കണം. ഈ സീബ്ര ലൈൻ ആകുന്നതിന് മുമ്പേ വേറൊരു രേഖയുണ്ട് റോഡിൽ, വേറെ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ചെറിയ വീതി കുറഞ്ഞ കുറച്ചേറെ വെള്ള ലൈൻ റോഡിന് കുറുകെ ഇട്ടിരിക്കും. ഈ വരകൾക്ക് 3 അർത്ഥമാണുള്ളത്, 3 അർത്ഥം. അങ്ങനെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ ഒരു മാർക്കിംഗ് എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ചേ അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാവുള്ളൂ. അതിന് കാരണം അതിൻ്റെ 3 അർത്ഥങ്ങളിൽ ഒന്നാമത്തത്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ വര കാണുന്നതിൻ്റെ 50 മീറ്റർ ഫ്രണ്ടിൽ ഒരു ജംഗ്ഷനുണ്ട്. ആ വെള്ളവര മാറ്റി അവിടെ മഞ്ഞവരയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക, അതൊരു വലിയ ജംഗ്ഷനാണ്, വളരെ ഡിഫിക്കൽട്ടായിട്ട് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ജംഗ്ഷൻ. അവിടേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. അപ്പം നിങ്ങൾ വന്ന സ്പീഡിൽ പോരുത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന സമയത്ത് മുമ്പേ ഒരു വാഹനം ക്രോസ് ചെയ്യും. ഇതാണ് നമ്മളോട് പറയുന്നത്, അവിടെ ഒരു ജംഗ്ഷനാണ്. രണ്ടാമത് പറയുന്നത്, അവിടെ ഒരു സ്കൂളുണ്ട്. മൂന്നാമത് പറയുന്നത്, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് ചെയ്യണം. നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്, നിങ്ങൾ വേഗം കുറച്ച് അവിടേക്ക് ചെല്ലണം. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് കാണാൻ പറ്റും. മനസ്സിലായി? അവിടെ നിങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെ ബിഹേവ് ചെയ്ത് കടന്നു പോവുക. രണ്ടാമത്, ഈ ഇങ്ങനെ ക്രോസിലുള്ള ഈ വരകൾ കഴിഞ്ഞാൽ തന്നെ ചില സ്ഥലങ്ങളിൽ, ഞാൻ അടൂർ ഭാഗത്തൊരു ജംഗ്ഷനിൽ ഒരു വര കണ്ടിട്ടുണ്ട്. ഈ റോഡിലെ ഈ വെള്ള വര നേർരേഖയല്ലാതെ ഇങ്ങനെ സിക്സ് ആക്ക് രീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കും. റോഡിൻ്റെ സെൻറ്ററിലുണ്ട്, 2 വശങ്ങളിൽ ഇങ്ങനെ വേണം. അങ്ങനൊരു രേഖ കണ്ടാൽ, ഈ തുടർച്ചയായുള്ള രേഖകൾക്ക് ശേഷം അങ്ങനെ ഒരു രേഖ കണ്ടാൽ നിങ്ങൾ മസ്റ്റായി നിങ്ങൾ ഓർക്കുക, അവിടെ ഫുട്പാത്തില്ല ആ റോഡിന്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നടന്നു പോകാൻ ഫുട്പാത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവിടെ ഒരു സ്കൂളുണ്ട്. ആ വര കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് 50 മീറ്റർ അപ്പുറത്ത് ഒരു സ്കൂളുണ്ട്. സ്കൂൾ കുട്ടികൾ നിങ്ങൾ പറയുന്ന കണക്ക് അച്ചടക്കത്തോടെ പോകുന്നവരല്ല, അവർ റോഡിൽ വരും. ഫുട്പാത്തില്ല, ആൾക്കാർ റോഡിൽ കയറി നടക്കും. മൂന്നാമത്തെ കാര്യം, അവിടെ വലിയൊരു ജംഗ്ഷനുണ്ട്. അവിടെ ക്രേസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റഷായിട്ടുള്ളൊരു ജംഗ്ഷനാണ്, സൂക്ഷിച്ചിരിക്കുക. ഇതാണ് ഈ സിക്സ് ആക്ക് വരകൾ നമ്മൾ ഊഹിപ്പിക്കുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ആ വര കണ്ടാൽ ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പിലൊരു അപകടമുണ്ട്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനുണ്ട്, എന്തെങ്കിലും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ സാധാരണ ഈ വരകൾ കാണുമ്പോൾ ആൾക്കാർ അതേ കൂടി ഇങ്ങനെ ചാടിച്ചിങ്ങനെ ഓടിച്ച് അവരങ്ങ് പോവുകയാണ്. രണ്ടാമത്തെ റോഡ് ലൈൻ, നമ്മൾ സെൻട്രലിൽ കൂടെ മഞ്ഞ ലൈൻ പോകുന്ന കർവുകൾ, പാലങ്ങളിൽ എല്ലാം ഇങ്ങനെ മഞ്ഞ ലൈൻ വീതിക്ക് വരച്ചിട്ടുണ്ട്. അത് ഒരു മഞ്ഞ ലൈനാണെങ്കിൽ നമ്മളോട് പറയുന്നത് ഇത് മറികടക്കാൻ പാടില്ല. ഇത് സെൻട്രിൽ വരച്ചേക്കുന്നത് അപ്പുറയിൽ നിന്നും വാഹനം ഇങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ അപ്പുറത്തെ ലൈനിലേക്ക് കയറരുത്, അപകടം ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്കൊരു 100 മീറ്ററെങ്കിലും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കാണാമെങ്കിൽ, ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മറികടന്ന് പോകാം. ആവശ്യമെങ്കിൽ, അവിടെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ അടിയന്തര കാര്യങ്ങളാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ പുറകെ പോവുക എന്നാണ് പറയുന്നത്. ഇനി അവിടെ 2 വരയാണ് വരച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അപ്പുറത്തേക്ക് കയറരുത്. 2 മഞ്ഞ ലൈൻ. കാരണം അത് ഇരട്ടവരി പാതയാണ്. ഇവിടുന്ന് 2 ലൈൻ അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട്. നമ്മളിപ്പുറത്തോട്ട് കയറിയാലത്തെ അവസ്ഥ എന്താണ്? അവിടുന്ന് വരുന്ന വാഹനം നമ്മളെ അടിച്ചു പോകും, അല്ലേ? അങ്ങനെ ആ മാർഗ്ഗം. പിന്നെ മഞ്ഞ ലൈൻ 2 ഇച്ചിരി അകത്തിയിട്ട് നടുക്കൂടെ ഒരു ക്രോസിങ് ലൈനായിട്ട് കാണും. ഒരു കാരണവശാലും നിങ്ങൾ അതിനകത്തോട് വാഹനം കയറ്റി ഓടിക്കരുത്. അത് പറയുന്നത്, ഈ ലൈൻ ചെന്ന് തീരുന്നത് ഒരു ഡിവൈഡറിലാണ്. ആ ഡിവൈഡർ അവിടം വരെയുണ്ട്, പക്ഷേ ഇങ്ങോട്ട് ഡിവൈഡർ വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് 2 മഞ്ഞ ലൈൻ വരച്ചിട്ട് അതിനകത്ത് ക്രോസിങ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അതേ കയറി അഭ്യാസം കാണിച്ച് അങ്ങോട്ട് ചെന്നാൽ ഈ ഡിവൈഡറിൽ കയറും, അടിച്ച് തെറിച്ച് പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഡിവൈഡറായിട്ട് വെച്ചിട്ടുണ്ടാവും, അതിലിടിച്ച് അപകട സാധ്യതയുണ്ടാവും. ഇതൊക്കെയാണ് ഈ ലൈൻസുകൾ നമ്മളെ ഓർപ്പിക്കുന്നത്. റോഡിലെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു 2 റോഡ് വേർതിരിക്കുന്ന ചെറിയ ഡോട്ട് വരകൾ കാണും. അത് വെള്ളയും കറുപ്പും ഒരു നിശ്ചിത അകലത്തിലാണ്. പക്ഷേ ഈ വെള്ള ലൈനിൻ്റെ നീളം കൂടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ടതാണ്. ഞാനിതേ പറയുന്നത്, ഞാൻ ഈ നാറ്റ്പാക്കിൻ്റെ ഒരു കോഴ്സിന് പോയതാണ്. അവരാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അവർ വ്യക്തമായിട്ട് ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയ കറുപ്പ് ഭാഗത്തിന് ഗ്യാപ്പ് കുറഞ്ഞിട്ട് വെള്ള ലൈനിൻ്റെ നീളം കൂടിക്കൂടി വരുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ റോഡിൽ വാഹനം ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കാണാം. സാധാരണ രീതിയിലുള്ള ആ അകലമല്ല, വെള്ള ലൈനിന് നീളം കൂടുതലാണെങ്കിൽ, ഇടയ്ക്ക് കറുപ്പുണ്ടെങ്കിൽ നിങ്ങളവിടെ വാഹനം സ്ലോ ചെയ്യണം. അതിന് കാരണം
നമ്മളൊരു ടൗണിലേക്ക് കയറുകയാണ്. അവിടെ വാഹനത്തിൻ്റെ സ്പീഡ് 35 കിലോമീറ്ററായി പരിമിതി പ്രവഹിച്ചു. അതുകൊണ്ട് ഈ ഡോട്ട് നോക്കി നിങ്ങൾ പോകണം. ഇവിടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലുക. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആൾക്കാരും ക്രോസിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ റോഡിൽ വരച്ചിരിക്കുന്ന ഈ മാർക്കിങ്ങുകളെല്ലാം പല കാര്യങ്ങളും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, സാറേ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളല്ലേ, സാറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ഞാൻ പലരോട് ചോദിച്ചിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, അയാളും ഇത് നോക്കി അന്തം വിട്ടിരിക്കുകയാണ്. അയാൾക്ക് മനസ്സിലാകുന്നില്ല. സാറിന് ഇത് അറിയാമെങ്കിൽ പറയാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ ട്രാഫിക് ബോക്സുകൾ എന്ന് പറയുന്നൊരു സംവിധാനം ഈ UK പോലുള്ള നഗരങ്ങളിലാണ് തുടങ്ങിയത്. ഇപ്പോൾ സൗദി പോലുള്ള നഗരങ്ങൾ ഇത് വരയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റീസെൻ്റായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലും ഉണ്ട്. ഞാൻ ചിലപ്പം ചിന്തിക്കും കഞ്ഞിക്കുഴിയിലും ഇത് വരച്ചാലോ എന്ന് ചിന്തിക്കും, അവരെ കൊണ്ട് വരപ്പിച്ചാലോ. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജംഗ്ഷനിൽ ഒരു ചതുരത്തിൽ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൽ മഞ്ഞ ഒരു വലിയ സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ വരച്ച് അല്ലെങ്കിൽ ഒരു ത്രികോണം വരച്ചിട്ട് അതിനകത്ത് കുറേ ക്രോസിങ് മഞ്ഞ ലൈൻ വരയ്ക്കും. ആ ലൈൻ എവിടെ കണ്ടാലും നിങ്ങളെ ഉദ്ദേശിക്കുക, നിങ്ങളവിടെ വാഹനം നിർത്തരുത്, നിങ്ങൾ ഓടിച്ചു പോകണം. അതിനകത്ത് കയറ്റി നിർത്തിയിട്ട് എനിക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്, വലത്തോട്ടാണ്, ഇങ്ങനെ ആലോചിച്ച് നിൽക്കരുത്, നിങ്ങൾക്ക് ഫൈൻ വരും. അവിടെ ക്യാമറ ആയി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ജംഗ്ഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. വാഹനം നിർത്തിയിടാൻ നിങ്ങൾക്ക് അനുമതിയില്ല. നിങ്ങൾക്ക് വഴിയറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ബോക്സിനകത്തേക്ക് കയറാവുള്ളൂ. അല്ലെ നിങ്ങളെ ഓടിച്ച് പൊക്കോണം. നിങ്ങൾ വാഹനം അവിടെ നിർത്തരുത്. നിങ്ങളവിടെ വാഹനം നിർത്തുമ്പോൾ അതിൻ്റെ പുറകെ വരുന്ന വാഹനങ്ങൾ അവിടെ വലിയ കൺജൻഷൻ രൂപീകരിക്കും, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. അത് നിങ്ങൾ മുഖാന്തരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻ വരും. ഒരു കാരണവശാലും അവിടെ നിർത്താതെ നിങ്ങൾക്ക് പോകേണ്ട അവിടേക്കെങ്കിലും 3-4 റോഡ് കാണും. ഏത് റോഡിലാണ് എനിക്ക് പോകേണ്ടതെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഞാൻ അതിനകത്ത് ഓടിച്ച് കയറ്റി പോവുക. ആ ബോക്സിനകത്ത് ഒരു കാരണവശാലും വാഹനം പാർക്ക് ചെയ്യരുത്, നിർത്തിയിടരുത്, വാഹനം ഓടിച്ചു പോകണം. അതിനെ സൂചിപ്പിക്കാനായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള വലിയ ജംഗ്ഷനുകളിൽ ഇപ്പം അത്തരം മാർക്കിങ് വരയ്ക്കുന്നുണ്ട്. ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിലൊക്കെ പോയിട്ട് അതിനകത്ത് കയറ്റി വണ്ടി നിർത്തിയിട്ട് ഫൈൻ മേടിച്ച ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചതാണ്, സാർ എനിക്ക് ഫൈൻ വന്നിരിക്കുന്നു, ഇതെന്താണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് ഇന്നത്തെ പ്രശ്നം. മാറി വരുന്ന ലോകമാണ്. റോഡിലെ വരകൾ കൊണ്ടാണ് നമുക്ക് അവർ നിർദ്ദേശം തരുന്നത്. ഇത് നിങ്ങൾക്കറിയാൻ വയ്യെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിൽ പോയി ചാടും. ഇത് ഫൈൻ അടയ്ക്കുക എന്നുള്ളതല്ല. പോലീസ് 500 രൂപ ഫൈൻ അടപ്പിക്കുന്നത് പോലീസിനോ നാട്ടുകാർക്കോ എനിക്കോ ഇതുണ്ടായിട്ടല്ല. നിങ്ങൾ കുറ്റകൃത്യം ആവർത്തിക്കരുത്. കാരണം ഇത് കുഴപ്പത്തിൽ ചെന്ന് ചാടും. എനിക്കറിയാം കുഴപ്പത്തിൽ പോയത്. കാരണം ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ച് എത്ര ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റും? ഇത് നിങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാലവും കടന്നുപോയി. കാലമെല്ലാം കടന്നുപോയി. ഇപ്പം 2019 പുതിയ മോട്ടോർ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ ഫൈനുകളെല്ലാം കുത്തനെ ഉയർത്തി. അവർ പറയുന്നത് ബോധവൽക്കരണത്തിൻ്റെ കാലം കഴിഞ്ഞുപോയി. ബോധവൽക്കരണം അല്ല ആവശ്യം. ബോധവൽക്കരിക്കേണ്ട സ്കൂൾ തലത്തിലാണ്. 10ാം ക്ലാസ് തൊട്ടുള്ള പിള്ളേർ അവരെ ഞങ്ങൾ മാസത്തിൽ പോയി ബോധവൽക്കരിക്കുന്നുണ്ട്. കാരണം അവരാണ് 18 വയസ്സിൽ ലൈസൻസ് എടുത്ത് അവിടെ നിന്ന് റേസിംഗുമായിട്ട് റോഡിലിറങ്ങുന്നത്. അത് അവരുടെ അജ്ഞത കൊണ്ടാണ്. ഈ പ്രായമായ ആൾക്കാരെ എങ്ങനെയാണ് ബോധവൽക്കരിക്കേണ്ടത്? വർഷങ്ങളായി റോഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഞങ്ങൾ ബോധവൽക്കരിക്കേണ്ടത്? ബോധവൽക്കരണമല്ല, ഫൈനാണ് പ്രധാനം. ഫൈൻ ഭീമമായ ഫൈൻ അടിക്കും. ഇവിടുന്ന് പോയിട്ട് നിങ്ങൾ വിദേശത്ത് ചെന്ന് വാഹനം ഓടിക്കുമ്പം നിങ്ങൾ മര്യാദയ്ക്കാണല്ലോ വാഹനം ഓടിക്കുന്നത്. അവിടെ ഒന്നും ഇത് ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെ ഒരാളെ മദ്യപിച്ച് പിടിച്ചുകൊണ്ട് വന്നു. അയാളെ പോലീസ് മദ്യപിച്ച് പിടിച്ചതല്ല. പോലീസ് ഒരിടത്ത് വാഹന പരിശോധന നടത്തുകയാണ്. 1 വേ സംവിധാനത്തിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാർ ഇങ്ങോട്ട് ഓടിച്ചു വരുന്നു, പോലീസിനെ കണ്ട് നിർത്തിയിട്ട് റിവേഴ്സ് ഓടിച്ചു പോകുന്നു. നമ്മൾ ഓർക്കുക 1 വേയിലേക്ക് വാഹനം പോകുമ്പോൾ ആ വാഹനം റിവേഴ്സ് ഓടിക്കുകയാണ്. പുറകെ വന്ന് ബൈക്കുകാരനെ തട്ടി അയാൾ ബൈക്ക് വിട്ടിട്ട് ചാടി ഇറങ്ങി. പെട്ടെന്ന് പോലീസുകാർ ഓടിച്ചെന്ന് എന്താണ് ഇയാൾ ഇങ്ങനെ കാണിക്കുന്നത് എന്നിട്ട് അയാളോട് വിളിച്ച് പേരൊക്കെ ചോദിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിരുന്നു. ആ പോലീസിനെ കണ്ട് പേടിച്ച് അയാളെ കൂട്ടി സ്റ്റേഷനിൽ വന്നു. അയാളെ ബ്രീത്ത് അനലൈസറി ഊതിച്ചപ്പോഴത്തേക്ക് 116. അത് വലിയ അളവാണ്. ഒരു ചെറുപ്പക്കാരനാണ്, പയ്യനാണ്, ഒരു 10-24 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. താങ്കൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ സ്വിറ്റ്സർലാൻഡാണ് ന്യൂസിലാൻഡാണ് പഠിച്ചത്. ഞാൻ ജോലി ചെയ്യുന്ന ബഹ്റിനിലാണ്, അവധിക്ക് വന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ ഏത് ബഹ്റിനിൽ കാണിക്കുമോ ന്യൂസിലാൻഡിൽ കാണിക്കുമോ ഇങ്ങനെയുള്ള പരിപാടി? ഇല്ല. അവിടെ കാണിച്ചാൽ താങ്കൾക്ക് എന്ത് പറ്റും? സാറേ അത് ചിന്തിക്കാൻ പോലും വരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് നമ്മൾ എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നത്? അവിടുത്തെ നിയമം അനുസരിച്ച് ഓണ് പോലും അടിക്കാതാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലോ നമ്മൾ ഓണ് ഞെക്കി പിടിക്കുന്നു, നമ്മുടെ സൗകര്യത്തിന് വാഹനം ഓടിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ഫൈൻ വളരെ കുറവേ ഉള്ളൂ. അമേരിക്കയിലോ അല്ലെ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വരുന്ന ഫൈൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഭീമമായ പൈസയാണ്. അപ്പോൾ അവിടെ നമ്മളിതെല്ലാം പാലിക്കും. എന്നിട്ട് എനിക്ക് വെളിയിൽ പോകുന്ന ആൾക്കാരോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം അവർ ലോകം കാണുന്നവരാണ്.
നമ്മുടെ ഈ സംവിധാനത്തിൽ നിന്ന് മാറി വേറെ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്ന ഒരു രാജ്യത്ത്, ഇപ്പോൾ അമേരിക്ക, സൗദി, അവിടെയൊക്കെ നിയമം അതിൻ്റെ കർക്കശ സ്വഭാവത്തിൽ പോകുന്നതാണ്. അവിടെയൊക്കെ പോയി ജോലി ചെയ്തിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അലക്ഷ്യമായി ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് അവരോട് സഹതാപം. കാരണം ലോകം കണ്ടിട്ടുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറയുക അത് ഇവിടെ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് എന്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഒരു ദിവസം സൗദിയിൽ നിന്ന് വന്ന ഒരാൾ വർഷങ്ങളോളം സൗദിയിലാണ്, 35 വർഷത്തോളം സൗദിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് അവധിക്ക് വന്നപ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ആയി. അപ്പോൾ സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, സാർ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? പരിക്കൊന്നുമില്ല, പക്ഷേ എനിക്കിത് ചെയ്ത് കിട്ടണം, എന്താണ്? അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് വന്നു, സാർ ഇതാണ് എൻ്റെ പ്രോബ്ലം, നമ്മളൊരു GD അപ്പോൾ അദ്ദേഹം ചോദിച്ചു, GD കിട്ടുമ്പോൾ എൻ്റെ ഇൻഷുറൻസിൽ നിന്നല്ലേ ഞാൻ ക്ലെയിം ചെയ്യുന്നത്? അതെ. അപ്പോൾ അദ്ദേഹം കൊണ്ട് എൻ്റെ വണ്ടി എടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഇൻഷുറൻസിൽ തന്നെ പണിയുന്നത് ശരിയായ രീതിയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, താങ്കൾ എവിടെയായിരുന്നു? സാർ ഞാൻ സൗദിയിലാണ്, 35 വർഷമായി സൗദിയിലാണ്. അവിടെ ഇങ്ങനെയല്ല, അവരുടെ ക്ലെയിമിൽ നിന്ന് അവരുടെ ഇൻഷുറൻസിൽ നിന്ന് എനിക്ക് ക്ലെയിം ചെയ്ത് തരും. അപ്പം ഞാൻ പറഞ്ഞത്, താങ്കൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിന് കേസ് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിസ്റ്റമാണ് സൗദിയിൽ. അവിടെ ആ സെക്കൻഡിൽ തന്നെ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ആൾക്കാർ വരുന്നു, അവരത് കാര്യങ്ങൾ നോക്കിയിട്ട് ആരാണോ കൂടുതൽ, ആരുടെ പിഴവാണോ അവർക്ക് കുറച്ച് അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ മേടിച്ച് എതിർകക്ഷിക്ക് കൊടുക്കും. മനസ്സിലായോ? അവൻ്റെ ഇൻഷുറൻസ് അത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ നാട്ടിൽ പക്ഷേ അത് കേസെടുത്ത് നമ്മൾ കോടതി വഴി സ്ഥാപിക്കാൻ പറ്റൂ. പോലീസിന് പൈസ മേടിച്ച് തരുന്ന ഒരു സിസ്റ്റം ഇല്ല. എല്ലാ ആൾക്കാരും വന്ന് നമ്മളോട് പറയും, സാറേ എനിക്ക് ഇത്ര എന്നേലും ഒന്ന് മേടിക്കുക. അത് പൊതുജനമായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളോട് അയാൾക്ക് 50,000 രൂപ കൊടുക്കാൻ പറയാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ആ ഒരു സംവിധാനം പോലീസുകാരൻ ചെയ്യത്തില്ല. താങ്കൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. താങ്കൾക്ക് കേസെടുത്ത് കോടതിയിൽ നിന്ന് വാങ്ങാം. രണ്ടാമത്തെ കാര്യം, താങ്കളുടെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം ചെയ്യാം. അല്ലാതെ എനിക്ക് എന്നിട്ട് അദ്ദേഹത്തിനൊരു 15,000 രൂപയുടെ നഷ്ടമുണ്ട്, നിങ്ങൾ ആ തുക കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് നമ്മുടെ നിർദ്ദേശം. ധനപരമായ കാര്യങ്ങളിൽ പോലീസ് അനാവശ്യമായി ഇടപെടേണ്ട, നിയമപരമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ആ പൈസ മേടിച്ച് തരിക എന്നുള്ള ഓപ്ഷൻ നമുക്കില്ല. 2 വേ ആണുള്ളത്. ഒന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്യുക, അതല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള വലിയ റിസ്ക് ഇല്ലാത്ത നടപടിക്രമങ്ങളിലേക്ക് പോവുക. പലരും വന്നു ഞങ്ങളോട് തർക്കിക്കാറുണ്ട്, എൻ്റെ ഇത് പൊട്ടി സാറ് ഒന്ന് പറഞ്ഞാൽ എന്നോട് ഇച്ചിരി പൈസ. നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അയാൾ നാളെ ഒരു ആക്ഷേപമായിട്ട് വന്നാലോ. അതുകൊണ്ട് നമ്മളങ്ങനെ പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോവുകയില്ല. പ്രത്യേകിച്ച് ഞാൻ പൈസ ഒന്നും ആർക്കും മേടിച്ചിട്ട് നിയമപരമായി നിങ്ങൾക്ക് നടപടിക്രമം അത് നിങ്ങൾ സാധാരണ ഇപ്പോൾ ഒരു വെളിയിലെ ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പരിക്കൊന്നും പറ്റിയില്ല എങ്കിൽ 2 പേരും വാഹനം ഒതുക്കി നിർത്തിയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട പോലീസ് അല്ല ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച ശേഷം ഇവർ തമ്മിൽ ഇറങ്ങി പരിചയപ്പെടും. അതെ, ഹലോ ഞാൻ ഇന്ന ആളാണ്, താങ്കളുടെ പേരെന്താണ്, എന്ത് ചെയ്യുന്നു, അങ്ങനെ അവർ സൗഹൃദ സംഭാഷണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ആദ്യം ഇറങ്ങി അടി തുടങ്ങും. 2 പേരും അങ്ങോട്ട് ഞാനാണ് കുഴപ്പക്കാരൻ, വഴിയെ വരുന്നവരെല്ലാം അതിനോട് കൂട്ടുകൂടും. ഈ ഒരു സംവിധാനം വെളിയിലില്ല. കാരണം അവർക്ക് 2 പേർക്കും അറിയാം ആവശ്യമായിട്ട് സംഭവിച്ച ആക്സിഡൻറ്റുകളാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. എങ്ങനെ പരിഹരിക്കാൻ പറ്റും? താങ്കളൊന്ന് പറയും എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നത്? അപ്പോൾ 2 പേരും കൂടി ഒരു തീരുമാനത്തിലെത്തുക. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ ഞാൻ ഉടനെ അവരോട് പറയും, നിങ്ങൾ 2 പേരും സംസാരിക്കും. മറ്റ് ദേഹപരുക്കളൊന്നും ഇല്ലല്ലോ, ഭാഗ്യം, ദൈവാനുഗ്രഹം. നമുക്ക് മറ്റു പരുക്കളൊന്നുമില്ല, വാഹനത്തിലില്ല, അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ 2 പേരും മാറിയിട്ട് സമ്മതത്തോടെ ഒന്ന് സംസാരിക്കും. ഒരു കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ട് അത് എന്നോട് പറയുക, ബാക്കി നടപടികൾ ഞാൻ ചെയ്തു തരാം. മനസ്സിലായോ? അതാണ് അതിൻ്റെ പ്രോപ്പർ വേ. അല്ല വഴിയെ പോകുന്ന എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ വലിയ വാഹനം ഓടിക്കുന്നവൻ തെറ്റുകാരനല്ലേ പോലും ആദ്യം അടി കിട്ടുന്നവനാണ്. ഇതിലെ പോകുന്ന വലിയ 16 വീലും 20 വീലും ചക്രമുള്ള വാഹനങ്ങളൊക്കെ ചവിട്ടിയാൽ ആ സ്പോട്ടിൽ നിൽക്കും. പക്ഷേ അയാൾക്ക് ചവിട്ടാനൊരു സമയം കിട്ടണ്ടേ?